നേതൃമാറ്റ ആവശ്യം വെട്ടി CPM സെക്രട്ടേറിയറ്റ്. കീഴ്ഘടകങ്ങളുടെ ആവശ്യം സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഇല്ല. പിണറായിക്കും ഗോവിന്ദനുമെതിരായ വിമർശനങ്ങൾ ഒഴിവാക്കി. വ്യക്തിപരവും നയപരവുമായ വീഴ്ചകൾ മയപ്പെടുത്തി. നിലവിലെ റിപ്പോർട്ടുമായി കീഴ്ഘടകങ്ങളിലേക്ക് ചെല്ലാനാകില്ലെന്നും റിപ്പോർട്ടിൽ തിരുത്തു വേണമെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു. സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങളുമായി. സൈഫ്, എവിടെ മുതൽ എങ്ങനെ തിരുത്തി തുടങ്ങണമെന്ന കാര്യത്തിലുള്ള ആലോചനകളാണ് പാർട്ടിക്കകത്ത് നടക്കുന്നത്? തിരുത്തലാവാം, പക്ഷേ നേതൃമാറ്റം വേണ്ടതില്ല എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പിലേക്ക് പാർട്ടി എത്തിയോ? അതെ, ജില്ലാ സെക്രട്ടേറിയറ്റ് മുതൽ ബ്രാഞ്ച് വരെയുള്ള ഘടകങ്ങളിൽ ഉയർന്ന വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നേതൃമാറ്റം ആവശ്യമായിരുന്നു. അത് ഒരു നേതൃമാറ്റമല്ല, 2 നേതൃമാറ്റമാണ് നേതൃത്വത്തിന് മുന്നിലേക്ക് പാർട്ടിയുടെ മെമ്പർമാർ വെച്ചത്. അതിൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് MV ഗോവിന്ദനും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയനും മാറണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ഇത് 14 ജില്ലയിൽ നിന്നുള്ള കമ്മിറ്റികളിൽ സമാനമായ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നതാണ്. 14 ജില്ലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയാണ് 2 ദിവസം മുമ്പ് ആരംഭിച്ച സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ചത്. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ ഈ കീഴ്ഘടകങ്ങളിൽ നിന്ന് വന്ന ആ പ്രധാനപ്പെട്ട ആവശ്യം, നേതൃമാറ്റ ആവശ്യം, അത് ഒഴിവാക്കിക്കൊണ്ടാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നേതൃമാറ്റ ആവശ്യം ആ റിപ്പോർട്ടിൽ എവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരായ വിമർശനങ്ങളും ആ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നയപരമായ കാര്യങ്ങളും വ്യക്തിപരമായ വിമർശനങ്ങളുമെല്ലാം മയപ്പെടുത്തിക്കൊണ്ടാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. പക്ഷേ രണ്ടും കൽപ്പിച്ചാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വന്നത്. അവർ നേതൃത്വത്തിന് മുന്നിൽ ഇത്തവണ വഴങ്ങാൻ തയ്യാറായില്ല. ഈ റിപ്പോർട്ടുമായിട്ട് കീഴ്ഘടകങ്ങളിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാട് ശക്തമായി തന്നെ പാർട്ടി കമ്മിറ്റിയിൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മുന്നോട്ട് വെച്ചു. കാരണത്തെ മാത്രമല്ല, കാരണക്കാരെയും തിരുത്തണം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഒടുവിൽ നേതൃത്വത്തിന് അങ്ങനെ വഴങ്ങേണ്ടി വന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പറഞ്ഞു, റിപ്പോർട്ടിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും എന്ന് ഉറപ്പ് നൽകിയതോടെയാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വഴങ്ങാൻ തയ്യാറായത്. അതായത് സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച ആ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ശക്തമായ നിലപാട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സ്വീകരിച്ചു. ഈ റിപ്പോർട്ടുമായിട്ട് ഞങ്ങൾ കീഴ്ഘടകങ്ങളിലേക്ക് പോകില്ല എന്നവർ ശഠിക്കുകയും ചെയ്തു. ഒടുവിലാണ് അത് വഴങ്ങേണ്ടി വന്നത്. നേതൃത്വത്തിന് അവരുടെ വാശിക്ക് മുന്നിൽ, വാശി എന്ന് പറയാൻ പറ്റത്തില്ല, പാർട്ടി നന്നാക്കാൻ വേണ്ടി അവരെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന കമ്മിറ്റിയിൽ അങ്ങനെ വിമർശനങ്ങൾ അവർ ഉയർത്തിയത്. അങ്ങനെ വഴങ്ങേണ്ടി വന്നു നേതൃത്വത്തിന് ഒടുവിൽ. കാരണത്തെ മാത്രമല്ല, കാരണക്കാരെയും തിരുത്തണം എന്നുള്ള ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ കാതലായ മാറ്റം വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ റിപ്പോർട്ടായിരിക്കും ഇനിയിപ്പോൾ 4 ഏരിയ കമ്മിറ്റികൾ ചേർന്നുകൊണ്ട് ഇന്ന് നാളെ ജില്ലാ സെക്രട്ടേറിയറ്റും നാളെ മറ്റന്നാൾ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും നടക്കുന്നുണ്ട്. അത് 4 ഏരിയ കമ്മിറ്റികൾ. സൈഫ്, ഈ റിപ്പയറിങ്ങിനും തിരുത്തലിനും അതുവഴി തിരിച്ചുവരവിനും ഒരുങ്ങുന്ന പാർട്ടിയിൽ എന്തുകൊണ്ടായിരിക്കാം നേതൃമാറ്റം വേണ്ട എന്ന് നേതൃത്വം തീരുമാനിക്കാൻ കാരണം? പിണറായി വിജയനെ നമുക്ക് വിട്ടേക്കാം, MV ഗോവിന്ദനെ മാറ്റാൻ, പുതിയൊരു സെക്രട്ടറി വെക്കാൻ ഒരുപാട് കാരണങ്ങൾ MV ഗോവിന്ദൻ മാഷിന്റെ കാര്യത്തിൽ മാത്രം എടുക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ MV ഗോവിന്ദൻ മാഷെ മാറ്റേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് PB അടക്കം എത്താനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? CPMന്റെ ഒരു രീതിയിൽ അങ്ങനെ ഒരു സംസ്ഥാന സെക്രട്ടറി എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണം കൊണ്ട് മാറ്റുന്ന ഒരു രീതിയില്ല, ഒരു പതിവില്ല സൈഫു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നേതാക്കന്മാർ പറയുന്നത്. ഈ പതിവ് രീതികളൊക്കെ മാറ്റണം എന്നുള്ളതാണല്ലോ ഉയർന്നു വരുന്ന ആവശ്യം. പക്ഷേ നേതാക്കന്മാരും നേതൃത്വവും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുത്ത ആ സംസ്ഥാന സെക്രട്ടറി ഒന്നുകിൽ അദ്ദേഹം സ്വമേധയാ ഒഴിയുമ്പോഴാണ് പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം ആദ്യഘട്ടത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ ഞാൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു നിന്നു. അങ്ങനെയാണ് ആ സമയത്ത് A വിജയരാഘവൻ സെക്രട്ടറിയുടെ ചുമതലയിലേക്ക് വരുന്നത്. പിന്നീട് ആരോഗ്യം വഷളായ സമയത്താണ് അദ്ദേഹം പൂർണ്ണമായിട്ട് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിട്ട് പുതിയ സെക്രട്ടറിയെ നിങ്ങൾ കണ്ടെത്തൂ എന്ന് പാർട്ടിയോട് പറഞ്ഞത്. ചടയം ഗോവിന്ദൻ മരിച്ചതിന് ശേഷമാണ് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത്. 17 വർഷം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അതിനുശേഷം ആ ടേം വ്യവസ്ഥ കഴിഞ്ഞതോടുകൂടി അദ്ദേഹം മാറിയിട്ട് അങ്ങനെയാണ് കോടിയേരി ബാലകൃഷ്ണൻ വരുന്നത്. ഒന്നുകിൽ സ്വമേധയാ തീരുമാനമെടുക്കണം. പാർട്ടി അങ്ങനെ ഒരാളെ നിർബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ മാറ്റുന്ന ഒരു പതിവ് ഇല്ല. അല്ലെങ്കിൽ പിന്നെ പ്ലീനത്തിലേക്ക് വന്ന് പ്ലീനത്തിൽ സംഘടന ഉടച്ചുവാർക്കൽ വേണം എന്നുള്ള ആവശ്യം ഉയർന്നു വരികയാണെന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ മാറ്റാം. അല്ലാതെ പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ മാറ്റുന്നൊരു രീതിയില്ല പാർട്ടിക്ക് എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ചില മാറ്റമില്ലാത്തതായ മാറ്റം മാത്രമേ ഉള്ളൂ എന്ന്
കാറൽ മാക്സ് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് എം പി ഗോവിന്ദൻ. അതുകൊണ്ട് മാറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ ചില മാറ്റങ്ങളൊക്കെ ആവശ്യമാണ് എന്നുള്ള ഒരാവശ്യം അത് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ നേതൃത്വം അത് പരിഗണിച്ചിട്ടില്ല. പിണറായി വിജയനെ മാറ്റി നിർത്താം, പക്ഷേ ഈ വിഷയത്തിൽ നേതൃത്വം അത് പരിഗണിച്ചിട്ടില്ല. പക്ഷേ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ കീഴ്ഘടകങ്ങളിലേക്ക് പോകുമ്പോൾ ഈ വിമർശനങ്ങൾ കൂടി അതിനകത്ത് വേണം. നിങ്ങൾക്കെതിരെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് പാർട്ടി അണികൾ വീണ്ടും അറിയണം എന്നുള്ളതാണ് അവർ ഉന്നയിച്ച ആവശ്യം. അത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. നേതൃമാറ്റ ആവശ്യം അംഗീകരിക്കപ്പെടില്ല എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. യെസ്, അപ്പോൾ തിരുത്താൻ തത്വത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി, പക്ഷേ നേതൃമാറ്റം വേണ്ടതില്ല എന്നുള്ളതാണ് നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് സൈഫ് സൈനുൽ ആബ്ദീൻ നൽകിയത്.